കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു വിലയുമില്ല. അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, കേരളത്തിലെ മൊത്തം ജനങ്ങളെ കച്ചവടമാക്കിയിട്ട് അതിൻ്റെ വിലയും ചില ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ യാതൊരു വിലയില്ലാത്ത ആളുകൾക്ക് പിന്നെ എന്താ പ്രശ്നം? അത്രേ ഉള്ളൂ, വില കൽപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു അത്രേ ഉള്ളൂ. നമ്മുടെ വിലയൊക്കെ ആളുകൾ വാങ്ങിച്ചു കഴിഞ്ഞു. നമ്മളെ മാത്രമല്ല, കൊച്ചു കുട്ടികളുടെ അടക്കം വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പം ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും വില വാങ്ങിച്ചു കഴിഞ്ഞു. അത് എത്ര കാലമായി? 47 മുതൽ വാങ്ങിക്കാൻ തുടങ്ങിയതാണ്. കുഞ്ചൻ നമ്പ്യാരാണോ പറഞ്ഞത് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണമെന്ന്? അറിയില്ല. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. അപ്പോൾ പ്രമുഖ ചാനലുകൾക്കൊക്കെ അത് മതി. അല്ലാണ്ട് ജനങ്ങളുടെ ജീവനും ജനങ്ങളുടെ സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി ചാനലുകൾ നടന്നാൽ ചാനലുകൾ പൂട്ടിപ്പോകേണ്ടി വരുമെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു മീഡിയയാണ് 1970 കരാറുണ്ടാക്കാൻ വേണ്ടി തമിഴ്നാട് ഏൽപ്പിച്ചത്. മനസ്സിലായ? 1970 കരാറുണ്ടാക്കാൻ ഇടനില നിന്നത് മലയാളത്തിലെ പ്രസിദ്ധമായ, ഞാൻ ആദ്യമായിട്ട് നിങ്ങളോടാ പറയണേ കേട്ടോ, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഫസ്റ്റ് ടൈം പറയണേ. 1970 കരാറ് ഉണ്ടാക്കാൻ വേണ്ടി തമിഴ്നാട് ഏൽപ്പിച്ചത് മലയാളത്തിലെ ഒരു പ്രമുഖ മീഡിയയാണ്. അതിന് അവർക്ക് പ്രതിഫലവും കിട്ടി. പ്രതിഫലം എന്താണ്, എവിടെയാണ് കിട്ടിയത്, എന്താണ് കിട്ടിയതെന്ന് നിങ്ങൾ ചോദിക്കണ്ട. തീർച്ചയായിട്ടും അതിപ്പോൾ പറയാനും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളെപ്പോലെയുള്ള മീഡിയ എത്ര ജനപക്ഷത്താണ്. ജനങ്ങൾ കാശ് മുടക്കി സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനലുകൾ, കാശ് കൊടുക്കി മേടിക്കുന്ന പത്രങ്ങൾ ജനപക്ഷത്തില്ലാന്ന് കാണുന്നത് വലിയ വിഷമം തന്നെയാണ്. വലിയ വിഷമം തന്നെയാണ്. പക്ഷെ എന്നാലും ആ ട്രെൻഡ് മാറി തുടങ്ങി. ഇപ്പോൾ റസൽ ജോയി പറഞ്ഞ ഇടാന്നായി. കാരണം ഇട്ടില്ലെങ്കിൽ നാട്ടുകാർ ചോദിച്ചു തുടങ്ങി. പല ചാനലുകളിലും വിളികൾ വരുന്നു. റസൽ ജോയി പറഞ്ഞത് എന്താ നിങ്ങളിടാത്ത, നിങ്ങളുടെ പത്രം നാളെ വരെ ഞങ്ങൾക്ക് വേണ്ടാട്ടാ എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ ഇടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചെറുതോണിയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നതിൻ്റെ ഫുൾ റിപ്പോർട്ട് പ്രധാനപ്പെട്ട ചാനലുകളിലും പത്രങ്ങളിലെല്ലാം വന്നു. ഇപ്പം നമ്മുടെ ലോകത്തിലെ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അപകടാവസ്ഥയിലുള്ള 6 ഡാമുകളിൽ ലോകത്തിലെ അപകടാവസ്ഥയിലുള്ള 9 ഡാമുകളിൽ ഒന്നാണ്. 9 ഡാമുകളിൽ ഒന്നാണ് നമ്മുടെ മുല്ലപ്പെരിയാർ. പക്ഷെ എന്നിട്ടും അതിന് വേണ്ട ഒരു ഇടപെടലുകൾ വരുന്നില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു പ്രോബ്ലം തന്നെയല്ലേ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, ഇവിടുത്തെ മനുഷ്യന് വിലയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചത്ത് കഴിഞ്ഞാൽ ആർക്ക് എന്ത്, ചത്തോർക്ക് പോയി, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇടപെടലുകൾ വരും. ഇനി ഇടപെടലുകൾ വരും, അന്താരാഷ്ട്ര മീഡിയകൾ വരും. ഞാൻ എല്ലായിടത്തും വിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നെറ്റിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാൻ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ വരെ ഞാൻ വിട്ടിട്ടുണ്ട്. ഞാൻ മുൻകൂട്ടി കണ്ട് 50 ലക്ഷം ജനങ്ങളെ കൊന്നതിനും 50 ലക്ഷം ജനങ്ങളുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടതിനും ഞാൻ $50 ട്രില്യൺ ചാർജ് ഷീറ്റ് ഉണ്ടാക്കി അന്തരീക്ഷത്തിൽ വിട്ടിട്ടുണ്ട്. ഞാൻ വെറുതെ ഇരിക്കല്ല, മനസ്സിലായ? $50 ട്രില്യൺ ചാർജ് ഷീറ്റ് ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. ഇവർ അക്കൗണ്ടബിൾ ആണ്, ഈ ഭരിക്കുന്നവര്. മനസ്സിലായില്ലേ? ഇവിടെ ഭരിക്കുന്നവരും തമിഴ്നാട് ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായാൽ അക്കൗണ്ടബിൾ ആണ്, ദൈവത്തിൻ്റെ അടുത്തും മനുഷ്യൻ്റെ അടുത്തും. തീർച്ചയായിട്ടും. പക്ഷേ ഈ റിപ്പോർട്ട്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും കൂടി മാക്സിമം ഒരു 35 വർഷം അല്ലെങ്കിൽ 40 വർഷം ഓട്ടെ, 40-45 വർഷം മാക്സിമം ഒരു ഡാമിൻ്റെ ഒരു ഇതിപ്പം 126ാമത്തെ വർഷം. അപ്പം എന്നിട്ടും അതിനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയൊരു ചതി തന്നെ അല്ലേ ജനങ്ങളോടൊന്നും? തീർച്ചയായിട്ടും. ശംഭു പറഞ്ഞ പോലെ 35 വർഷം തൊട്ട് 40 വർഷം വരെയാണ് ഒരു ഡാമിൻ്റെ കാലാവധി ഗാഡ്ഗിൽ റിപ്പോർട്ട് പറയുന്നത്. അതെ, ലോകത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടും 40 വർഷം തന്നെയാണ്. അമേരിക്കയിലൊക്കെ ഉള്ള എല്ലാ ഡാംസും 40 വർഷം കഴിയുമ്പോൾ ഡിസ്പ്ലേസ് ചെയ്യും, ഡീകമ്മീഷൻ ചെയ്യും. അതെ, അവർ വെച്ചോണ്ടിരിക്കില്ല. പാലം പോലും വെച്ചോണ്ടിരിക്കില്ല അവര്. പിന്നെ ഇപ്പോൾ ഒരു സയൻസ് ഓഫ് റിലയബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവരുടെ സയന്റിസ്റ്റുകൾ പറയണ, ആ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ മുല്ലപ്പെരിയാർ ഡാം എക്സാമൈൻ ചെയ്യണമെന്നാണ് ഞാൻ പറയണേ. കാരണം അവർക്ക് എക്സാമൈൻ ചെയ്യേണ്ടി വരൂല. അവരിവിടെ വന്നാൽ ഡാമിന് എത്ര വയസ്സുണ്ടെന്നാണ് ചോദിക്കുള്ളൂ. 126 ഡീകമ്മീഷൻ ഇറ്റ് എന്ന് പറയും. ഡീകമ്മീഷൻ ഇട്ട് എന്തോട്ട് പരിശോധിക്കാനാണ്? 126 വർഷം പഴക്കമായ ഡാം എന്തോന്ന് പരിശോധിക്കാനാണ്? ഒന്നും പരിശോധിക്കാനില്ല. നമ്മൾ റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങുന്നുണ്ട് ഫ്രാൻസിൽ നിന്ന്, അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് എടുത്ത് മാറ്റും.
അതിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ഇൻറ്റേർണൽ മെക്കാനിസം ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല, ബെയറിങ്ങിന് പറ്റിയിട്ടുണ്ടാവില്ല, പെയിൻറ്റ് പോലും പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് അത് എടുത്തു മാറ്റി. എന്താ, രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല. അപ്പോൾ പിന്നെ ഈ 50 ലക്ഷം ജനങ്ങൾ ഇതിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ രാജ്യസുരക്ഷയുടെ ഭാഗ്യമല്ല. അത്ര ജനങ്ങൾ ഒഴുകി പോകാന്ന് വെച്ചാൽ രാജ്യസുരക്ഷയുടെ ഭാഗമല്ലേ. സദേൺ നേവൽ കമാൻഡ് ഇവിടെ ഉണ്ട്. സദേൺ നേവൽ, ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ കൊച്ചിയിൽ സദേൺ നേവൽ കമാൻഡ് ഉണ്ട്. ഈ ഡാം പൊട്ടി വരുന്ന സമയത്ത് സദേൺ നേവൽ കമാൻഡിന്റെ മുകളിൽ 10, 20, 30 അടി പൊക്കത്തിൽ ചെളിയാണെങ്കിൽ യുദ്ധത്തിൽ നമ്മൾ ജയിക്കോ? ആ നേരത്ത് ചൈന ഒരു വാർ പ്രഖ്യാപിച്ചാലുള്ള സ്ഥിതി എന്താ? നമ്മുടെ ഒറ്റ പ്ലെയിൻ കൊച്ചിയിൽ നിന്ന് പുറപ്പെടൂല, പറ്റൂല. എല്ലാ ശത്രുക്കളാ. ശ്രീലങ്ക പോലും ഇപ്പോൾ നമ്മുടെ ശത്രുവായിട്ട് മാറിയിരിക്കുകയാണ്. ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചുറ്റും നടക്കുന്ന ശത്രുക്കൾ മാത്രമേ ചുറ്റിനുള്ളൂ. സപ്പോർട്ട് വരുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ചില കോളുകളോ ഇപ്പം ഭീഷണിയായിട്ട് വന്നേക്കാം അല്ലേ, അത് സ്വാഭാവികമായിട്ടും വന്നേക്കാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഭീഷണിയായിട്ട്. അങ്ങനെ എപ്പോഴെങ്കിലും ഈ പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അങ്ങനെ വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഞാനത് ആദ്യകാലങ്ങൾ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറയാറുണ്ടായിരുന്നു, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് വിചാരിച്ച്. അതെ, നമുക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ പല അഡ്വക്കേറ്റ്സും പറയുന്നത് അങ്ങനെ വരുമ്പോൾ ആ കോള് നോക്കിയിട്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണമെന്നാണ്. എനിക്ക് അതും സത്യത്തിൽ താല്പര്യമില്ല. കാരണം എൻ്റെ ജീവന് ഞാൻ അത്ര ഈ 50 ലക്ഷം ജനങ്ങളുടെ ജീവനുമായിട്ട് നോക്കുമ്പോൾ വലിയ വിലയൊന്നും എൻ്റെ ജീവനില്ല. തീർച്ചയായിട്ടും ആണല്ലേ. എൻ്റെ ജീവന് വേണ്ടി ഞാൻ കിടന്ന് മരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അത് പോകുമ്പോൾ പോട്ട്, അത്രയേ ഉള്ളൂ. ഈ ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളത് കോർട്ട് അനുവദിക്കുന്നില്ല എങ്കിൽ നമുക്കതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാകുമോ? അത് അനുവദിക്കും. ആണോ? പിന്നെ അത് അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞ് നടക്കണമെന്നാ, അനുവദിക്കും. അതുവരെ ദൈവം ഡാം പിടിച്ചു നിർത്തട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ഭൂചലനം എന്ന് പറയുന്ന ഒരു സംഭവം, ഭൂചലന സാധ്യതയുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ആ ഡാം നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു 79 വന്ന ഭൂചലനത്തിനും അതുപോലെ 2011 വന്ന ഭൂചലനത്തിനും അതിന് ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുണ്ടായിട്ടുണ്ട് ഇല്ലേ? അപ്പം ഇത് അധികാരികൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം. കാരണം മഴകൾ മാത്രമല്ല, ഭൂചലനം ഇതിനൊരു വലിയൊരു കോസ് അല്ലേ ശരിക്കും. ഭൂചലനങ്ങൾ ഉണ്ടായിട്ട് മുല്ലപ്പെരിയാറിന് ക്രാക്ക് വന്നിട്ടുണ്ട്. അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവർക്ക് ഈ കള്ളത്തരം കാണിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ദൈവത്തിന്റെ അടയാളം വന്നു ഭവിക്കും. ഒരു കർച്ചീഫെങ്കിലും കള്ളൻ ഇട്ടുകൊണ്ട് പോകും പട്ടിക്ക് മണക്കാനായിട്ട്. അപ്പൊ ഇവര് എന്താ ചെയ്തതെന്ന് വെച്ചാല് ഒരു റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ അത് വെച്ചിട്ട് വെള്ളത്തിന്റെ അടിയിൽ പോയി ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്ത് ആ റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ പൊട്ടിത്തെറിക്കാതിരുന്നത് അതിന്റെ ഭാഗ്യം, ആ വെഹിക്കിളിന്റെ ഭാഗ്യം. അങ്ങനത്തെ ഇടിവെട്ട് ഫോട്ടോസ് കൊണ്ട് അത് വന്നത്. ഒരു ഫോട്ടോ സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. ആണല്ലേ? കേസ് നടത്തിപ്പ ഈ കേസ് നടത്താനായിട്ട് വക്കീലിന് കൊടുക്കണ എത്രയാണ്? 8 കോടി 10 കോടിയൊക്കെയാ. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, തമിഴ്നാട് കഴിഞ്ഞ പ്രളയകാലത്ത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങളുടെ നാട് പ്രളയത്തിലാണ്, മനുഷ്യർ മരിക്കുന്നു, കന്നുകാലികൾ ഒഴുകി നടക്കുന്നു, കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു, നിങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് 142 നിന്ന് 139 കുറയ്ക്കണം എന്ന് പറഞ്ഞൊരു കത്തെഴുതി. ആ കത്തിന് ഇൻസ്റ്റൻ്റായിട്ട് അവിടുന്ന് മറുപടി വന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഒരു മറുപടി കത്ത് വന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുക എന്ന് വെച്ചാൽ നമ്മളെ ഓരോരുത്തരെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ്. അന്ന് തമിഴ്നാട് ഭരിച്ചത് എടപ്പാടി പളനിസ്വാമി അവർകളാണ്, അദ്ദേഹമാണ് മറുപടി കത്തയച്ചത്. ഞങ്ങൾ 142 നിന്ന് 139 കുറയ്ക്കാനല്ല പോണത്, 142 നിന്ന് 152 കൂട്ടാനാണ് പോണെന്ന് പറഞ്ഞ മറുപടി കത്തയച്ചത്. ആ സമയത്താണ് ഞാൻ പോയി നിന്നിട്ട് ഇത് തന്നെ പറഞ്ഞത്. ഈ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട് പ്രളയത്തിലാണെന്ന് തൊട്ട് അതേ ആ കത്തിലെ വിശദാംശങ്ങളാണ് ഞാൻ അവിടെ സുപ്രീം കോടതി പറഞ്ഞത്. പിറ്റേ ദിവസം തന്നെ കുറച്ചു 139 ആക്കി. അതാണ് ഇന്നും നിലനിൽക്കുന്നുണ്ട് ആ ഓർഡർ. എന്നിട്ട് ഇപ്പോഴും 142 പറഞ്ഞിട്ടാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ നടക്കുന്നത്. അംഗീകരിക്കാൻ തയ്യാറല്ല. ഒരു സാധാരണക്കാരൻ കേരളീയൻ പോയി ഒരു വിധി മേടിച്ചു കൊണ്ടുവന്നത് അംഗീകരിക്കാൻ തയ്യാറല്ല. അതേസമയം ഞാൻ തമിഴ്നാട്ടിലാണെങ്കിലോ
എൻ്റെ കേസിൽ അവർക്കെതിരെ ഒരു വിധി ഉണ്ടായപ്പോൾ തമിഴ്നാട് മീഡിയാസ് ഒരാഴ്ച ചർച്ച ചെയ്തത്. ഒരാഴ്ച അവരുടെ അന്തിച്ചർച്ച മുഴുവൻ ഇവിടുത്തെ മാതിരി ഏതെങ്കിലും പെണ്ണിനെ ഉപദ്രവിച്ച കേസൊന്നുമല്ല. അന്തിച്ചർച്ച അവരുടെ എല്ലാ മാധ്യമങ്ങളിലും ഈ എൻ്റെ കേസിൽ തമിഴ്നാടിനേറ്റ ആദ്യത്തെ പ്രഹരാണത്. എൻ്റെ കേസിൽ അവർക്കെതിരെ ഒരു വിധി ഉണ്ടായത്. അത് ഒരാഴ്ച തമിഴ് മീഡിയകൾ അവിടെ ചർച്ച ചെയ്തായിരുന്നു. എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടെ കൊടുത്തു. നാഷണൽ പത്രങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, അങ്ങനെയുള്ള പത്രങ്ങളൊക്കെ വലിയ ഫ്രണ്ട് പേജിൽ ഫ്രണ്ട് ന്യൂസായിരുന്നു. ഹിന്ദി ബെൽറ്റിലെ എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. മലയാള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചൊന്നും ഇല്ല എന്നല്ല, പക്ഷേ ചരമക്കോളത്തിൻ്റെ അടിയിൽ ഇതെല്ലാവരും മരിക്കാൻ പോവല്ലേ, അതുകൊണ്ട് ചരമക്കോളത്തിൻ്റെ അടിയിൽ ആ വാർത്ത കൊടുത്തു.